നമസ്കാരം. കോംപ്ലക്സ് അനാലിസിസിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഡെഫിനിഷൻസും ഒരു എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടുമാണ് നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ ഡെഫിനിഷൻ ഓപ്പൺ ഡിസ്ക്. ഇനിയുള്ള അങ്ങോട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ ഈ വാക്കുകൾ എപ്പോഴും കേൾക്കും. അതുകൊണ്ട് തന്നെ അതെന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഓപ്പൺ ഡിസ്ക് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ഇൻ കോംപ്ലക്സ് പ്ലെയിൻ സാറ്റിസ്ഫൈയിങ് മോഡ് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ലെസ് ദാൻ റോ വേർ റോ ഇസ് എ പോസിറ്റീവ് റിയൽ നമ്പർ. It is called open neighborhood of Z0 or open disk centered at Z0. Z0 ഏതൊക്കെ പോയിൻറ്റുകളാണോ റോ എന്നുള്ള ഒരു പോസിറ്റീവ് റിയൽ നമ്പറിനേക്കാളും താഴെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് അവരൊക്കെയും നമുക്ക് ഓപ്പൺ ഡിസ്കിൽ നമുക്ക് ഉൾപ്പെടുത്താം. അതുപോലെ ഇതിലെ ഈ Z0 മാത്രം നമുക്ക് ഒഴിവാക്കിയാൽ അതിന് വിളിക്കുന്ന പേരാണ് ഡിലീറ്റഡ് ഓപ്പൺ ഡിസ്ക്. ഓപ്പൺ ഡിസ്കിൻ്റെ സെൻറ്ററിനെ ഒഴിവാക്കി. അപ്പോൾ ഇതാണ് ഒരു ഓപ്പൺ ഡിസ്ക് സെൻറ്റേർഡ് അറ്റ് Z0. Z0 സെൻറ്ററാക്കി വരയ്ക്കുന്ന ഒരു ഓപ്പൺ ഡിസ്ക് എന്ന് പറയുന്നത് മോഡ് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഈക്വൽ ടു ആർ എന്നുള്ള ഈ സർക്കിൾ, ഈ ബൗണ്ടറിയിലെ സർക്കിൾ, ആ സർക്കിൾ ഒഴിവാക്കിയിട്ട് അതിന് താഴെയുള്ളവരെ എടുക്കും. ഈ പോയിൻറ്റുകളിലാണല്ലോ, ഈ ഒരു റീജിയനിലാണല്ലോ Z0 പോയിൻറ്റുകളുടെ ഡിസ്റ്റൻസ് ആറിനേക്കാൾ താഴ്ന്നു വരിക. ഇവിടുത്തെ ഒരു പോയിൻ്റ് എടുത്താൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആറിനേക്കാൾ ചെറുതാണ്. ഇവിടുത്തെ പോയിൻ്റ് എടുത്താൽ അതും ആറിനേക്കാൾ ചെറുതാണ് ഡിസ്റ്റൻസ്. പക്ഷെ അങ്ങനെ പോയി ഇവിടെ എത്തിയാൽ ഈക്വൽ ടു ആവും. അത് വേണ്ട, ഈക്വൽ ടു ഉള്ളത് വേണ്ട. അത് ഓപ്പൺ ഡിസ്കിനകത്ത് ഉൾപ്പെടില്ല. മറിച്ച് ക്ലോസ്ഡ് ഡിസ്കിനകത്ത് ഈക്വൽ ടു ആറും കൂടെ ഉൾപ്പെടും. നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവൽ, ഓപ്പൺ ഇൻ്റർവൽ പഠിക്കും പോലെ തന്നെയാണ്. ഇവിടെ പുറത്ത് പോയി കഴിഞ്ഞാൽ റേഡിയസ് കൂടും, റേഡിയസ് അഥവാ ഡിസ്റ്റൻസ് കൂടും. അപ്പോൾ അങ്ങനെയുള്ള പോയിൻറ്റുകളും വേണ്ട. അപ്പോൾ ഇതിനകത്ത്, അതായത് ഈ ഓപ്പൺ സർക്കിളിനകത്തുള്ള പോയിൻറ്റുകളുടെ കളക്ഷന് വിളിക്കുന്ന പേരാണ് ഓപ്പൺ ഡിസ്ക് സെൻറ്റേർഡ് അറ്റ് Z0. ഇതിലെ Z0 ഡിലീറ്റ് ചെയ്താൽ അതിന് ആ ബാക്കിയുള്ള പോയിൻറ്റുകളുടെ കളക്ഷൻ, ഈ കളക്ഷനിൽ നിന്ന് ഒരു പോയിൻറ്റിൻ്റെ കുറവേ ഉണ്ടാവൂ, ദാറ്റ് ഈസ് ദി സെൻറ്റർ. അതിന് വിളിക്കുന്ന പേരാണ് ഡിലീറ്റഡ് ഓപ്പൺ ഡിസ്ക്. അടുത്ത ഓപ്പൺ യൂണിറ്റ് ഡിസ്ക് എന്താണെന്ന് ചോദിച്ചാൽ റേഡിയസ് 1 ആകുന്ന ഓപ്പൺ ഡിസ്കുകൾ, അതായത് 6 പകരം 1 എന്നുള്ള വാല്യൂ വന്നാൽ അതിനെ ഓപ്പൺ യൂണിറ്റ് ഡിസ്ക് സെൻറ്റേർഡ് അറ്റ് Z0 എന്ന് വിളിക്കും. ഇനി വെറുതെ ഓപ്പൺ ഡിസ്ക് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ ദാറ്റ് സെൻറ്റർ മസ്റ്റ് ബി അറ്റ് ഒറിജിൻ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓപ്പൺ ഡിസ്കുകൾ കൺസിഡർ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ സെൻറ്റർ 0-ൽ, സെൻറ്റർ ഒറിജിനിലും റേഡിയസ് 1-ഉമായിട്ടുള്ള യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്ത് അതിൻ്റെ ഇൻറ്റീരിയർ പോർഷൻ എടുത്തു കൊടുക്കുക. അതാണ് ഓപ്പൺ യൂണിറ്റ് ഡിസ്ക്. ഓപ്പൺ യൂണിറ്റ് ഡിസ്ക് സെൻറ്റേർഡ് അറ്റ് Z0 എന്ന് പറഞ്ഞാൽ മോഡ് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ലെസ് ദാൻ 1, അതായത് Z0-ലായിരിക്കും സെൻറ്റർ. വെറും ഓപ്പൺ യൂണിറ്റ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ മോഡ് ഇസഡ് മൈനസ് 0 ലെസ് ദാൻ 1 എന്നാണ്, അതായത് മോഡ് ഇസഡ് ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ഇതാണ് നമ്മുടെ ഒരു സർക്കിളിൻ്റെ അകത്തുള്ള ഭാഗത്തെ ഓപ്പൺ ഡിസ്ക് എന്നും, സർക്കിളിൻ്റെ അകത്തുള്ള ഭാഗത്തിൽ ബൗണ്ടറി ഉൾപ്പെടാതെ, അതായത് ബൗണ്ടറി ഉൾപ്പെട്ട് വരികയാണെങ്കിൽ ക്ലോസ്ഡ് ഡിസ്ക് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കിയാൽ മോഡ് ഇസഡ് മൈനസ് 1 ലെസ് ദാൻ 2 എന്നുള്ളത് ഒരു ഡിസ്ക്കാണ്. ദാറ്റ് ഡിസ്ക് സെൻറ്റേർഡ് അറ്റ് 1 ആൻഡ് റേഡിയസ് 2. അപ്പോൾ അതെങ്ങനെ നമുക്ക് അതിനെ ഒന്ന് കാർട്ടീഷ്യൻ ഫോമിലോട്ട് കൊണ്ടുപോയിട്ട് നമുക്കൊന്ന് നോക്കിയാൽ, അപ്പോൾ അവിടെ ഇസഡിന് പകരം x+iy കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ x+iy -1 എന്നാവും. അതിന് x -1 പ്ലസ്
ഐ ഇൻറ്റു വൈ എന്നാക്കാം. അപ്പോൾ അതിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് ഇതാണ്, √(x−1) പ്ലസ് y സ്ക്വയർ ഈസ് ലെസ് ദാൻ 2. അതിനെ ഒന്ന് സ്ക്വയർ ചെയ്താൽ (x−1) പ്ലസ് y സ്ക്വയർ ലെസ് ദാൻ 4 ആവും. അപ്പോൾ ഇത് ഒരു ഈക്വൽ ടു ഇട്ടാൽ, ഇവിടെ ഒരു ഈക്വൽ ടു ഇട്ടാൽ ഇതൊരു സർക്കിളാണ്. സർക്കിൾ സെൻറ്റേർഡ് അറ്റ് 1, 0 ആൻഡ് റേഡിയസ് 2 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ ഈക്വൽ ടു അല്ല ലെസ് ദാൻ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് 4-നേക്കാൾ ഡിസ്റ്റൻസ് 2-നേക്കാൾ കുറവായിരിക്കണം. അപ്പോൾ 2-നേക്കാൾ കുറവായിരിക്കണം എന്ന് പറയുമ്പോൾ അത് ഇവിടെ ഈക്വൽ ടു 2 ആവുന്നത് ഈ സർക്കിളിലാണ്. ഡിസ്റ്റൻസ് 2-നേക്കാൾ, അതായത് റേഡിയസ് 2-നേക്കാൾ കുറവാവണമെന്ന് പറയുമ്പോൾ ഈ പോർഷനിലേക്കായിരിക്കും വരിക. അപ്പോൾ (z−1) ലെസ് ദാൻ 2 ഇസ് എ ഓപ്പൺ ഡിസ്ക് സെൻറ്റേർഡ് അറ്റ് 1 വിത്ത് റേഡിയസ് 2. അടുത്ത ഇൻറ്റീരിയർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എ പോയിൻ്റ് Z0 ഈസ് കോൾഡ് ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് എ സെറ്റ് S ഇഫ് ദർ ഈസ് സം നൈബർഹുഡ് ഓഫ് Z0 ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ S. എസ്സിന് ചുറ്റി നമുക്ക് വരയ്ക്കുന്ന ഒരു ഓപ്പൺ ഡിസ്ക് അത് എസ്സിനകത്ത് തന്നെ ഉള്ളതാണെങ്കിൽ, അപ്പോൾ ഇതൊരു എസ് എന്ന് പറയുന്ന ഒരു കളക്ഷനാണ്, ഒരു സെറ്റാണെങ്കിൽ ഇതിലെ എക്സ് എന്ന് പറയുന്ന പോയിൻ്റ് എടുത്താൽ ആ എക്സിലെ ഒരു നൈബർഹുഡ് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും മതി. അതാണ് സം നൈബർഹുഡ് എന്ന് പറഞ്ഞാൽ. ഏതെങ്കിലും ഒരു നൈബർഹുഡ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഓപ്പൺ ഡിസ്കുകളാണ്. Z0 ചുറ്റി വരയ്ക്കുന്ന ഓപ്പൺ ഡിസ്കുകൾ അത് എസ്സിനകത്ത് തന്നെ കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ആയിരിക്കണം. അങ്ങനെയുള്ള പോയിന്റുകളെ വിളിക്കുന്ന പേരാണ് ഇൻറ്റീരിയർ പോയിന്റ്. ഇനി ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ വൈയുടെ ഒരു പ്രത്യേകത നോക്കിയാൽ ഏറ്റവും ചെറിയ ഒരു ഇതിൻ്റെ റേഡിയസ് വളരെ മൈന്യൂട്ടായിട്ട് നമ്മൾ എടുത്താൽ പോലും അതിൻ്റെ ഒരു പോർഷൻ എസ്സിനകത്തും മറ്റേ പോർഷൻ എസ്സിൻ്റെ കോംപ്ലിമെൻറ്റ്, അതായത് എക്സ്റ്റീരിയർ ഓഫ് എസ്സിനകത്തുമാണ് ഉണ്ടാവുക. അതേസമയം ഇതിനകത്ത് ഇവിടെയാണ് ഒരു പോയിൻ്റ് എടുക്കുന്നതെങ്കിൽ വലിയ നൈബർഹുഡ് എടുത്താൽ പുറത്തു പോകുന്നുണ്ടാവും. പക്ഷെ ഒരു കുഞ്ഞു നൈബർഹുഡ് എടുത്താൽ നമുക്ക് എസ്സിനകത്ത് കണ്ടെയ്ൻഡ് ആയിട്ട് തന്നെ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇൻറ്റീരിയർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ അതാണ്, ഇഫ് ദർ ഈസ് സം നൈബർഹുഡ് ഓഫ് Z0 ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ S, ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് 1 നൈബർഹുഡ് എന്ന് വേണമെങ്കിൽ പറയാം. സം എന്നുള്ളതിനെ മാറ്റിയിട്ട് കുറഞ്ഞത് ഒരു നൈബർഹുഡ് എങ്കിലും ഉണ്ടാവണം. അതേസമയം വൈ വിളിക്കുന്ന പേര് ബൗണ്ടറി പോയിൻ്റ് ആണ്. ഈ ബൗണ്ടറി പോയിന്റുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനെ ചുറ്റി വരയ്ക്കുന്ന നൈബർഹുഡുകളിൽ അതിൽ എസ്സിലെ പോയിൻറ്റും ഉണ്ടാവും, എസ് കോംപ്ലിമെൻറ്റിലെ പോയിൻറ്റും ഉണ്ടാവും, എസ്സിലെ പോയിൻറ്റും ഉണ്ടാവും, നോട്ട് ഇൻ എസ്സിലെ പോയിൻറ്റും ഉണ്ടാവും. നമുക്ക് ഡെഫിനേഷൻ താഴോട്ട് പരിചയപ്പെടാം. ഓപ്പൺ സെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ പോയിന്റുകളും ഇൻറ്റീരിയർ പോയിൻ്റായി വരുന്ന സെറ്റുകളെ വിളിക്കുന്ന പേരാണ് ഓപ്പൺ സെറ്റ്. ഇത് ഡെഫിനിഷൻ അങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഓപ്പൺ സെറ്റ് എന്താണെന്ന്. ഇഫ് എവരി പോയിന്റ് ഓഫ് ദാറ്റ് സെറ്റ് ഈസ് ഇൻറ്റീരിയർ പോയിന്റ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഓപ്പൺ സെറ്റ്. കണക്റ്റഡ് സെറ്റ് ആണ് അടുത്ത ഡെഫിനിഷൻ. കണക്റ്റഡ് സെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഏത് 2 പോയിന്റ് എടുത്താലും, ഒരു ഓപ്പൺ സെറ്റിലെ ഏത് 2 പോയിന്റ് എടുത്താലും ആ 2 പോയിന്റുകളെയും ജോയിൻ ചെയ്തുകൊണ്ട് ഒരു പോളിഗണൽ ലൈൻ ഉണ്ടാവണം. അത് ആ പോളിഗണൽ ലൈൻ എന്ന് പറയുമ്പോൾ, പോളിഗൺ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ, നമുക്ക് സ്ക്വയർസ്, ട്രയാങ്കിൾസ് ഒക്കെ പോളിഗണിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ അതിൽ സീക്വൻസ് ഓഫ് ലൈൻസ് ആണ് നമുക്ക് കിട്ടുക. സീക്വൻസ് ഓഫ് ലൈൻസ് വെച്ചിട്ട്, സീക്വൻസ് ഓഫ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ലൈൻസ് വെച്ചിട്ടാണ് പോളിഗണൽ പാത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ നമുക്കൊരു പോളിഗണൽ പാത്ത് ഏത് 2 പോയിന്റുകൾക്കും ജോയിൻ ചെയ്ത് നമുക്ക് വരയ്ക്കാൻ പറ്റിയാൽ ആ സെറ്റിന് വിളിക്കുന്ന പേരാണ് കണക്റ്റഡ് സെറ്റ്. ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരച്ചാൽ അത് ഇങ്ങനെ പുറത്തു പോകും, അത് എസ്സിന് പുറത്തു പോകും. എസ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഗ്രേ പോർഷനാണ്. അപ്പോൾ ഇത് എസ്സിന് പുറത്ത് പോകും. പക്ഷേ ഇതിനെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു പോളിഗണൽ പാത്ത് നമുക്കിവിടെ വരയ്ക്കാൻ സാധിക്കും. ആ പോളിഗണൽ പാത്ത് വരച്ചാൽ ആ പാത്ത് ഫുൾ എസ്സിനകത്ത് കിടക്കുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് കണക്റ്റഡ് സെറ്റ്. അപ്പോൾ കണക്റ്റഡ് സെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെറും കണക്റ്റഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഏത് 2 പോയിന്റുകൾ, ആ സെറ്റിലെ ഏത് 2 പോയിന്റുകൾ കണക്ട് ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന പോളിഗണൽ പാത്ത് ആ സെറ്റിനകത്ത് തന്നെ ഉണ്ടാവണം.
ഇനി ഡൊമൈൻ എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കാർട്ടീഷ്യൻ ജോമെട്രിയിൽ പഠിച്ച പോലെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഡൊമൈൻ, ഒരു ഫംഗ്ഷന് ഡൊമൈൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അതേ ഡൊമൈൻ അല്ല, ഇവിടെ റീജിയൻ ആയിട്ടാണ് ഡൊമൈനെ കാണുക. കോംപ്ലക്സ് അനാലിസിസിലെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പൺ കണക്റ്റഡ് സെറ്റ് ഈസ് കോൾഡ് ഡൊമൈൻ. ഇതൊക്കെ 1 മാർക്കിന് ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. ഓപ്പൺ കണക്റ്റഡ് സെറ്റ് ഈസ് കോൾഡ് ഡൊമൈൻ. കണക്റ്റഡും ആയിരിക്കണം, അത് ഓപ്പണും ആയിരിക്കണം. മീൻസ് ബൗണ്ടറി ഉണ്ടാവാൻ പാടില്ല. എല്ലാ പോയിന്റുകളും ഇൻറ്റീരിയർ പോയിന്റ് ആവുകയും ചെയ്യണം. ഏത് 2 പോയിന്റ് എടുത്താലും അതിനെ സീക്വൻസ് ഓഫ് ലൈൻ സെഗ്മെൻറ്റ്സ് വെച്ച് ജോയിൻ ചെയ്യാനും പറ്റണം. അങ്ങനെയുള്ള റീജിയനെ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ. അപ്പോൾ ഇതൊരു ആനുലസ് എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയുന്നത് റേഡിയസ് 1 ഒരു സർക്കിളാണ്. ഇതെന്ന് പറയുന്നത് റേഡിയസ് 2 ഒരു സർക്കിളാണ്. അതിനകത്തുള്ള കളക്ഷൻ, ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള കളക്ഷൻ, അതിനെ നമുക്ക് ഇങ്ങനെ ഇക്വേഷനായിട്ട് കാണിക്കാം. അതിൽ മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ 1ഉം 2ഉം ആണ്. ഓക്കെ, ഇവിടെ 1നേക്കാൾ ഡിസ്റ്റൻസ്, അതായത് ഒറിജിൻ സെൻറ്ററാക്കി വെച്ചുകൊണ്ട് 1 റേഡിയസിൽ വരയ്ക്കുന്ന സെൻറ്ററിൻ്റെ പുറത്ത് വരണം. അതായത് മോഡ് സെറ്റ് <1 ആണ് ഈ ഇൻറ്റീരിയർ പോർഷൻ. അപ്പോൾ പുറത്തുള്ള പോർഷൻ എന്ന് പറയുമ്പോൾ മോഡ് സെറ്റ് <1 ആവും. അപ്പോൾ 1 മോഡ് സെറ്റ്, അതായത് മോഡ് സെറ്റ് <1. അതുപോലെ 2നേക്കാൾ ചെറുതായിരിക്കണം, അതായത് മോഡ് സെറ്റ് <2. അപ്പോൾ 1നും 2നും ഇടയിൽ അബ്സല്യൂട്ട് വാല്യൂസ് വരുന്നവരുടെ കളക്ഷൻ, അതിന് വിളിക്കുന്ന പേരാണ് ആനുലസ്. അത് ഇനി കാണും. ഈ ആനുലസും കണക്റ്റഡിന് എക്സാമ്പിളാണ്. അതിൽ ബൗണ്ടറി ഉൾപ്പെടാതെ, അതായത് ഇവിടെ ഈക്വൽ ടു കൊടുത്താൽ അതൊരു കണക്റ്റഡ് സെറ്റാണ്. കാരണം ഡൊമൈനാണ്. ഡൊമൈൻ കാരണം അത് ഓപ്പണുമാണ് കണക്റ്റഡുമാണ്. ഏത് 2 പോയിന്റ് എടുത്താലും അവരെ ഒരു പോളിഗണൽ പാത്ത് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. ആ പോളിഗണൽ പാത്ത് കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ ദാറ്റ് ആനുലസ് ആയിരിക്കും. ഒപ്പം അതിൻ്റെ ബൗണ്ടറി ഇല്ലാത്തതുകൊണ്ട് അതിന് വിളിക്കുന്ന പേരാണ് ആനുലസ്. അടുത്തത് കണ്ടിന്യൂം. അപ്പോൾ ഓപ്പൺ കണക്റ്റഡ് സെറ്റിനെ നമ്മൾ ഡൊമൈൻ എന്ന് വിളിച്ചു. ഇനി ക്ലോസ്ഡ് കണക്റ്റഡ് സെറ്റിനെ വിളിക്കുന്ന പേരാണ് കണ്ടിന്യൂം. അടുത്ത ബൗണ്ടറി പോയിൻറ്റ്സ്. എന്താണ് ബൗണ്ടറി പോയിൻറ്റ്സ് എന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ബൗണ്ടറി പോയിൻ്റ്, ഈ വൈ എന്ന് പറയുന്ന ഒരു ബൗണ്ടറി പോയിൻ്റ് ആണ്. കാരണം വൈയുടെ നൈബർഹുഡുകൾ പകുതി എസ്സിലും പകുതി എസ് കോംപ്ലിമെൻറ്റിലുമാണ്. അപ്പോൾ വൈയുടെ നൈബർഹുഡ് എസ്സിനെയും ഇൻ്റർസെക്റ്റ് ചെയ്യും, എസ് കോംപ്ലിമെൻറ്റിനെയും ഇൻ്റർസെക്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് കാണാം നമുക്ക്. A point Z0 is said to be a boundary point of S if every neighborhood of Z0 contains at least one point of S and at least one point not in S. എസ്സിലെ പോയിന്റുകളും അതുപോലെ എസ്സിലില്ലാത്ത പോയിന്റുകളും എസ്സിൻ്റെ കോംപ്ലിമെൻറ്റിലെ പോയിന്റുകളും കണ്ടെയ്ൻ ചെയ്യുന്ന നൈബർഹുഡുകളാണ് Z0-നുള്ളതെങ്കിൽ ആ Z0-ന് വിളിക്കുന്ന പേരാണ് ബൗണ്ടറി പോയിന്റ്. ഇനി ബൗണ്ടറി ഓർ ഫ്രോണ്ടിയർ എന്താണെന്ന് ചോദിച്ചാൽ സെറ്റ് ഓഫ് ഓൾ ബൗണ്ടറി പോയിൻറ്റ്സ് ഈസ് കോൾഡ് ബൗണ്ടറി ഓഫ് എ സെറ്റ്. അപ്പോൾ ഇവിടെ ഒരു എസ് എന്ന് പറയുന്ന സെറ്റ് എടുത്താൽ ഇതിൻ്റെ ഈ ബൗണ്ടറിയിൽ കൂടെ കാണുന്ന എല്ലാ ബൗണ്ടറി പോയിന്റുകളുടെ കളക്ഷൻ, അതിന് വിളിക്കുന്ന പേരാണ് ബൗണ്ടറി. അതുപോലെ ഇൻറ്റീരിയർ പോയിന്റുകളുടെ കളക്ഷൻ, അതാണ് ഇൻറ്റീരിയർ ഓഫ് എസ്. അതുപോലെ എസ്സിൻ്റെ കോംപ്ലിമെൻറ്റിന് എക്സ്റ്റീരിയർ ഓഫ് എസ്, അതായത് ബൗണ്ടറി ഉൾപ്പെടില്ല, ഇൻറ്റീരിയറും ഉൾപ്പെടില്ല. അങ്ങനെയുള്ളവരുടെ പോയിന്റുകളുടെ കളക്ഷനാണ് എക്സ്റ്റീരിയർ ഓഫ് എസ്. അടുത്ത് ഒരു സെറ്റ് അതിൻ്റെ ബൗണ്ടറി പോയിന്റുകളുടെ കണ്ടെയ്ൻ ചെയ്താൽ ആ സെറ്റിന് വിളിക്കുന്ന പേരാണ് ക്ലോസ്ഡ് സെറ്റ്. അതുപോലെ ക്ലോസ്ഡ് ഡിസ്ക് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ബൗണ്ടറി കൂടെ ഉൾപ്പെടണം. ഓപ്പൺ ഡിസ്ക് നമ്മൾ നേരത്തെ കണ്ടു. ഓപ്പൺ ഡിസ്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബൗണ്ടറി ഉൾപ്പെടാതെ മോഡ് Z-Z0 എന്ന് മാത്രം വരുന്നതാണ് ഓപ്പൺ ഡിസ്ക്. അതിൻ്റെ ബൗണ്ടറിയായ ഈ ഒരു സർക്കിളും കൂടെ ഉൾപ്പെട്ടാൽ അതിന് വിളിക്കുന്ന പേരാണ് ക്ലോസ്ഡ് ഡിസ്ക്. അപ്പോൾ ക്ലോസ്ഡ് ഡിസ്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് മോഡ് Z-Z0 R, വേർ R എലമെൻറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സാണ്. അത് മിസ്റ്റേക്കാണ്. ഓക്കെ, R ഈസ് എ പോസിറ്റീവ് റിയൽ നമ്പർ. അപ്പോൾ അതിൻ്റെ ബൗണ്ടറിയും കൂടെ, ബൗണ്ടറി ആയ സർക്കിളും കൂടെ ഉൾപ്പെട്ടാൽ ആ ഡിസ്കിന് വിളിക്കുന്ന പേരാണ് ക്ലോസ്ഡ് ഡിസ്ക്. അടുത്ത ബൗണ്ടഡ് സെറ്റ്. എന്താണ് ബൗണ്ടഡ് സെറ്റ് എന്ന് വെച്ചാൽ ഒരു സെറ്റിനകത്തുള്ള എല്ലാ
നമ്പേഴ്സിൻ്റെയും എല്ലാ നമ്പേഴ്സിൻ്റെയും മോഡുലസ് ഒരു ഫിക്സഡ് നമ്പറിനേക്കാൾ താഴെയാണെങ്കിൽ, അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ മോഡ് സെറ്റ് ലെസ് ദാൻ എം ഫോർ ഓൾ ഇസഡ് എലമെൻറ്റ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ മോഡ് സെറ്റ് ലെസ് ദാൻ എം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദി ഓപ്പൺ ഡിസ്ക് സെൻറ്റേർഡ് അറ്റ് ഒറിജിൻ വിത്ത് റേഡിയസ് എം എന്നാണ്. അപ്പോൾ എസ്സിലെ എല്ലാ പോയിൻറ്റുകളും ഈ ഒരു എക്സ്പ്രഷൻ ക്വാളിഫൈ ചെയ്താൽ, അത് സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് മറ്റൊരു വേർഡ്സിൽ നമുക്ക് പറയാൻ പറ്റും എസ് മസ്റ്റ് ബി കണ്ടെയ്ൻഡ് ഇൻ സം ഓപ്പൺ നൈബർഹുഡ് ഓഫ് ഒറിജിൻ. ഒറിജിൻ്റെ ഒരു ഓപ്പൺ നൈബർഹുഡിനകത്തായിരിക്കണം എസ്സിലെ എല്ലാ എലമെൻറ്റുകളും. അങ്ങനെ വരുന്ന കളക്ഷൻ വിളിക്കുന്ന, അങ്ങനെ ഒരു സെറ്റ് വന്നാൽ അതിന് വിളിക്കുന്ന പേരാണ് ബൗണ്ടഡ് സെറ്റ്. അൺബൗണ്ടഡ് സെറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ്. എ സെറ്റ് വിച്ച് ഈസ് നോട്ട് ബൗണ്ടഡ് ഈസ് കോൾഡ് അൺബൗണ്ടഡ്. കോമ്പാക്റ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ബൗണ്ടഡ് സെറ്റാണ്. ക്ലോസ്ഡ് കണക്റ്റഡ് സെറ്റിന് നേരത്തെ പേര് വിളിച്ചു കോണ്ടിനം, ക്ലോസ്ഡ് കണക്റ്റഡ് സെറ്റ് കോണ്ടിനം. ക്ലോസ്ഡ് ബൗണ്ടഡ് സെറ്റിനെ കോമ്പാക്റ്റ് സെറ്റ് എന്നാണ് വിളിക്കുക. കോമ്പാക്റ്റ് സെറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടൻ്റാണ്. കോമ്പാക്റ്റ് സെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ക്ലോസ്ഡ് ബൗണ്ടഡ് സെറ്റ്. അടുത്ത റീജിയൻ നമ്മൾ സാധാരണ നമ്മുടെ ഇപ്പോൾ കേരളം അത് ഇന്ത്യയിലെ ഒരു റീജിയൻ ആണെന്ന് പറയുന്ന അതേ ഒരു എഫക്റ്റ് തന്നെയാണ് ഇവിടെയും. റീജിയൻ എന്ന് പറയുമ്പോൾ ഒരു ഡൊമൈനാണ്. ആ ഡൊമൈന് വേണമെങ്കിൽ അതിൻ്റെ ബൗണ്ടറിയും കൂടെ ഉൾപ്പെടുത്താം. ഇപ്പോൾ റീജിയൻ മേ ബി ക്ലോസ്ഡ് ഓർ ഓപ്പൺ. പക്ഷേ ഇൻറ്റീരിയർ ഓഫ് ദാറ്റ് റീജിയൻ മസ്റ്റ് ബി എ ഡൊമൈൻ. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ്, എക്സാമിനേഷൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തിയറം. സപ്പോസ് യു എക്സ് വൈ ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഇൻ എ ഡൊമൈൻ ഡി ആൻഡ് ഇഫ് ദ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു സാറ്റിസ്ഫൈസ്. ഇപ്പോൾ യു എക്സ് വൈ എന്ന് കാണുമ്പം തന്നെ നിങ്ങൾക്കറിയാം യു എന്ന് പറയുന്ന റിയൽ വാല്യൂഡ് ഫംഗ്ഷനകത്ത് രണ്ട് വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഡെറിവേറ്റീവ് അല്ല, പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുക. അതിൽ നിന്ന് മാത്രമേ ടോട്ടൽ ഡെറിവേറ്റീവിലേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പാർഷ്യൽ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിച്ചു. ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈയും അത് രണ്ടും 0 പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സും പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയും 0 ആണെങ്കിൽ, അങ്ങനെ ഓൾ പോയിൻറ്റ്സ് ഇൻ ദാറ്റ് ഡൊമൈൻ ആണെങ്കിൽ u must be a constant function in D. അപ്പോൾ ഒരു റിയൽ 2 വേരിയബിൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് വേരിയബിൾസ് 0 ആണെങ്കിൽ ആ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആയേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ടോട്ടൽ ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ അത് കോൺസ്റ്റൻ്റ് ആണെന്നുള്ളത് നിങ്ങൾക്കറിയാം. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു ബോത്ത് ദാറ്റ് 2 വേരിയബിൾസ് 0 ആണെങ്കിലും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാം. നമുക്ക് തന്നിട്ടുണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ് 0 ആണെന്ന്. അതിൻ്റെ മീനിങ് യു റിമൈൻസ് കോൺസ്റ്റൻ്റ് എലോങ് എനി ഹൊറിസോണ്ടൽ ലൈൻ എന്നാണ്. അതായത് എക്സിൻ്റെ വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ ആൻസർ 0 ആണെങ്കിൽ എക്സിന് പാരലലായി, എക്സിന് പാരലലാണെന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലൈൻസ് ആണ്. ഹൊറിസോണ്ടൽ ലൈൻ സെഗ്മെൻറ്റിലൂടെ നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ അത് ഫങ്ഷൻ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് 0 ആയത്. അതായത് യുവിൽ എക്സിൻ്റെ ടേംസ് ഒന്നും വന്നിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണല്ലോ പാർഷ്യൽ ഡെറിവേറ്റീവ് 0 ആയത്. അപ്പോൾ എക്സിൻ്റെ പാർട്ടൊന്നും വന്നില്ലെങ്കിൽ ബാക്കിയുള്ളവരെയൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ഇവിടെ ക്രീപ്പ് ചെയ്യുക. അതുകൊണ്ട് യു റിമൈൻസ് കോൺസ്റ്റൻ്റ് എലോങ് എനി ഹൊറിസോണ്ടൽ ലൈൻ സെഗ്മെൻറ്റ് കണ്ടെയ്ൻഡ് ഇൻ ഡി. അതുപോലെ തന്നെ ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ലൈൻ സെഗ്മെൻറ്റിൽ 0 ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും ഫംഗ്ഷൻ. അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്താൽ യു റിമൈൻസ് കോൺസ്റ്റൻ്റ് എലോങ് എനി പോളിഗണൽ പാത്ത് ഇൻ ഡി ദാറ്റ് ഹാസ് ഓൾ ഇറ്റ് സെഗ്മെൻറ്റ് പാരലൽ ടു എക്സ് ആൻഡ് വൈ ആക്സിസ്. വെർട്ടിക്കൽ ലൈൻ സെഗ്മെൻറ്റിലും ഹൊറിസോണ്ടൽ ലൈൻ സെഗ്മെൻറ്റിലും യു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വരുന്നിടത്തും യു കോൺസ്റ്റൻ്റ് ആയിരിക്കും. സിൻസ് ഡി ഈസ് എ ഡൊമൈൻ ഇറ്റ് ഈസ് കണക്റ്റഡ് ആൻഡ് ഹെൻസ് എനി പോയിൻ്റ് ഇൻ ഡി ക്യാൻ ബി ജോയിൻഡ് ബൈ സം പോളിഗണൽ പാത്ത് ലൈയിങ് എൻ്റർലി ഇൻ ഡി. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഡി ഡൊമൈൻ എന്നാണ്. നിങ്ങൾക്കറിയാം ഓപ്പൺ കണക്റ്റഡ് സെറ്റിനെയാണ് ഡൊമൈൻ എന്ന് വിളിക്കുക. അതുകൊണ്ട് തന്നെ ഡി എന്ന് പറയുന്നത് ഒരു കണക്റ്റഡ് സെറ്റാണ്.
കണക്റ്റഡ് ആണെങ്കിൽ അതിനകത്തുള്ള ഏത് 2 പോയിൻറ്റിനെയും സീക്വൻസ് ഓഫ് പോളിഗണൽ പാത്ത് വെച്ചിട്ട് സ്ട്രൈറ്റ് പോളിഗണൽ പാത്ത് വെച്ച് നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്ട്രൈറ്റ് പോളിഗണൽ പാത്തിനെ നമുക്ക് ഇതുപോലെ സ്ട്രൈറ്റ് പോളിഗണൽ പാത്തായിരിക്കും, അതിനെ നമുക്ക് മാറ്റിയിട്ട് ഇതുപോലെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കലാക്കി മാറ്റാൻ സാധിക്കും. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻ സെഗ്മെൻറ്റുകളുടെ കളക്ഷൻ ഉള്ള ഒരു പാത്തായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ആ പാത്തുകളിലൂടെയൊക്കെ യു കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു കുറച്ച് മുമ്പ്. അതുകൊണ്ട് തന്നെ ഈ റീജിയനിലെല്ലാം യു കോൺസ്റ്റൻ്റ്, ഏത് പോയിന്റുകൾ എടുത്താലും അതിനെ ഇങ്ങനെ ഒരു പാത്തിലൂടെ ജോയിൻ ചെയ്യാൻ സാധിക്കും. ആ പാത്തിലൊക്കെ യു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വിച്ച് മീൻസ് യു ഈസ് കോൺസ്റ്റൻ്റ് ഓൺ ഹോൾ ഡി, ഹോൾ പോയിൻറ്റ്സ് ഇൻ ഡി. അപ്പോൾ അതാണ് പ്രൂഫ്, യു ഈസ് എ കോൺസ്റ്റൻ്റ് ഇൻ ഹോൾ പോയിൻറ്റ്സ് ഇൻ ദി ഡി. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ട്